സ്നേഹമുള്ളവരെ, നിയമങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത, മാറ്റിവെക്കാനാകാത്ത ഭാഗമാണ്. ഇവയാണ് ഒരു സമൂഹത്തിൽ അച്ചടക്കത്തോടുകൂടി സുതാര്യമായിട്ട് സുന്ദരമായിട്ട് കാര്യങ്ങൾ പോകുവാനായിട്ട് സഹായിക്കുന്നത്. നമ്മളെ സംരക്ഷിക്കുന്നതും ഈ നിയമങ്ങൾ തന്നെയാണ്. പലപ്പോഴും നമ്മൾ നിയമങ്ങളൊക്കെ വളരെ കർശനമായിട്ട് പാലിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിന് നമ്മളെ പ്രേരിപ്പിക്കാറുമുണ്ട്. യേശുവിൻ്റെ കാലത്തും കാര്യങ്ങൾ മറ്റൊരു രീതിയിലായിരുന്നില്ല. ഇസ്രായേൽ ജനത്തിന് മോശ വഴി ദൈവം 10 കൽപ്പനകളാണ് നൽകിയത്, നമുക്കറിയാം. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഈ 10 നിയമങ്ങൾ നിരവധി നൂറുകണക്കിന് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള നിബന്ധനകളുടെ ഒരു കൂട്ടമായിട്ട് മാറി. ഇപ്രകാരമുള്ള ഒരു നിയമത്തിൻ്റെ പേരിലാണ് യേശുവിൻ്റെ മുമ്പിലേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ ജനക്കൂട്ടം കൊണ്ടുവരുന്നത്, അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട്. അവർക്കറിയാം യേശു ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കുവാനായിട്ടുള്ള ന്യായാധിപനായിരുന്നില്ല. അതിനുള്ള, പ്രത്യേകിച്ച് ഒരു മരണശിക്ഷ വിധിക്കുവാനായിട്ടുള്ള അധികാരം യേശുവിനില്ല. അതുമാത്രമല്ല, വിശ്വാസത്തിൽ എടുക്കുവാൻ പറ്റുന്ന സാക്ഷികളുമില്ല. 2 പേരെങ്കിലും ഉണ്ടാകണം. മാത്രമല്ല, ഈ സ്ത്രീയോടൊപ്പം തെറ്റ് ചെയ്തു എന്ന് ഇവർ ആരോപിക്കുന്ന മനുഷ്യനെയും അവർ കൊണ്ടുവരുന്നില്ല. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും യേശുവിനോ പ്രധാന പുരോഹിതനോ സൻഹദ്രീൻ സംഘത്തിനോ മരണശിക്ഷ വിധിക്കുവാനായിട്ടുള്ള അധികാരമില്ല. മോശയുടെ നിയമം അത് അനുശാസിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ കാലഘട്ടത്തിൽ അത് ചെയ്യുവാനായിട്ടുള്ള അധികാരം അവർക്കുണ്ടായിരുന്നില്ല. അത് അക്കാലത്ത് റോമൻ ഭരണാധികാരികൾക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് യേശുവിനെ ശിക്ഷിക്കുവാനായിട്ടുള്ള, യേശുവിനെ ക്രൂശിക്കുവാനായിട്ടുള്ള ഇവരുടെ തത്രപ്പാടിൽ യേശുവിനെ പിലാത്തോസിൻ്റെ മുമ്പിലേക്ക് ഇവർ കൊണ്ടുചെല്ലുന്നത്. യേശു ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് തനിക്ക് വേണ്ടി ഇവർ ഒരുക്കുന്ന കെണിയാണെന്ന് യേശുവിന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഒപ്പം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരുടെ കപടതയും യേശു തിരിച്ചറിയുന്നുണ്ട്. ഇവരുടെ ഈ സമ്മർദ്ദത്തിനും കെണിയിലും ഒന്നും വീഴാതെ യേശു മറ്റൊരു രീതിയിലാണ് അവിടെ പ്രതികരിക്കുന്നത്. സത്യം പറഞ്ഞാൽ യേശു ദൈവതുല്യമായിട്ട്, ദൈവികമായിട്ട് ഇവിടെ പെരുമാറുകയാണ്. മോശയുടെ നിയമങ്ങൾ നമുക്കറിയാം, ശിലാഫലകത്തിൽ എഴുതപ്പെട്ടിരുന്നത്. അതിൻ്റെ അർത്ഥം മാറ്റുവാനാകാത്ത, തിരുത്തുവാനാകാത്ത ഒന്നായിരുന്നു മോശയുടെ നിയമം. യേശു എന്നാൽ പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. യേശു എഴുതുന്നത് മണലില്ല. അതായത് ചില നിയമങ്ങളെങ്കിലും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ ചെയ്യുവാനായിട്ട്, എല്ലാ കാര്യങ്ങളെയും ഒരേപോലെ വിധിക്കുവാനായിട്ട് സാധിക്കില്ല. സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്. അതെ, നിയമങ്ങൾ മണലിൽ എഴുതേണ്ടതാണ്. ആവശ്യമുള്ള സമയത്ത് നീതിപൂർവകമായിട്ട് തിരുത്തപ്പെടുവാനായിട്ട്. യേശു പറയും, വിധിക്കുവാനായിട്ട് എളുപ്പമാണ്, എന്നാൽ ജീവൻ നൽകുവാനായിട്ട്, മനുഷ്യനെ പരിപാലിക്കുവാനായിട്ട് അത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. എളുപ്പമുള്ള ഒന്നല്ലെങ്കിൽ തന്നെയും അത് സാധ്യമാണ്. യേശുവിൻ്റെ മനുഷ്യാവതാരം അത് മനസ്സിലാക്കുന്നുണ്ട്. ദൈവമായിരിക്കെ യേശു മനുഷ്യനാവുകയാണ്. അതായത് നിയമങ്ങളെ ദൈവം തന്നെ മാറ്റി എഴുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് ദൈവം തന്ന നിയമങ്ങളെ തിരുത്തുവാനായിട്ട് സാധിക്കും. ഇനി യേശു ഇരിക്കുന്ന സ്ഥലം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേവാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ള ഒരു കവാടത്തിലാണ് യേശു ഇരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന, ബലികൾ അർപ്പിക്കുന്ന ഒരു സ്ഥലം, ജെറുസലേം ദേവാലയം, അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്. അത് ജീവൻ്റെ ഇടമാണ്.
അവിടേക്കാണ് ഒരു കൂട്ടം മനുഷ്യർ ഒരു സ്ത്രീയെ, അതും കൃത്യമായ തെളിവുകളില്ലാതെ കൊല്ലുവാനായിട്ട്, അവളുടെ ജീവൻ അപഹരിക്കുവാനായിട്ട് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത്. ഈ മനുഷ്യരുടെ കുടിലത, ദുഷ്ടത യേശു മനസ്സിലാക്കുന്നു. യേശു വളരെ കാര്യഗൗരവത്തോടുകൂടി, നേരത്തെ പറഞ്ഞതുപോലെ ദൈവികമായിട്ട് ഇതിൽ ഇടപെടുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന അവസ്ഥകൾ, ജീവിക്കുന്ന കാലഘട്ടം ഒത്തിരി വിധികളുടെയും ഒത്തിരി മുൻവിധികളുടെയും ഒക്കെ കാലഘട്ടമാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ തെറ്റായ വിധികളിലേക്കും തെറ്റായ അനുമാനങ്ങളിലേക്കുമൊക്കെ നയിക്കാം. ഒരു കൂട്ടമാകാം, ചിലപ്പോൾ നമ്മെ നയിക്കുന്ന നേതാക്കൾ തന്നെയാകാം അതിനു മുമ്പിൽ നിൽക്കുന്നത്. പലരുടെയും സ്ഥാപിത താല്പര്യത്തിനു വേണ്ടി, പലരുടെയും ചില നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങളെ ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നമ്മൾ ആരും പൂർണ്ണരല്ല, നമ്മളാരും കുറ്റവും കുറവുകളും ഇല്ലാത്തവരുമല്ല. അതുകൊണ്ട് തന്നെ യേശു ഈ ദൈവിക നിയമത്തെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ രണ്ടായിട്ട് ചുരുക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക, അപരനെ സ്നേഹിക്കുക. യേശുവിൻ്റെ നിയമങ്ങളുടെ രത്ന ചുരുക്കം അതായിരുന്നു, അളവുകോൽ അതായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഈ മാനദണ്ഡത്തിൽ, ദൈവ അരൂപിയിൽ, സ്നേഹത്തിൽ, കാരുണ്യത്തിൽ നമുക്ക് രൂപീകരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മളെ കാണുന്ന മനുഷ്യർ പറയും, കാണുക, ഈ മനുഷ്യരിൽ നമ്മൾ ദൈവത്തെ അറിയുന്നു. നമ്മുടെ ഹൃദയം കൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത്, നിയമങ്ങളുടെ മാത്രം വെളിച്ചത്തിലല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സഭയും നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ ഇങ്ങനെ ദൈവത്തിൻ്റെ നീതിയിൽ, നന്മയിൽ, കാരുണ്യത്തിലൊക്കെ നിറയുന്ന ഇടങ്ങളായിട്ട് മാറും. ജീവൻ്റെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടങ്ങളായിട്ട് മാറും. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.